2014 ബ്രസീൽ ലോകകപ്പിന്റെ കണ്ടെത്തലായിരുന്നു കൊളംബിയൻ താരം ഹാമിഷ് റോഡ്രിഗസ്. ആ ലോകകപ്പിലെ മികച്ച ഗോളിനുള്ള പുരസ്കാരമടക്കം നേടി കൊളംബിയയെ ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കാൻ സഹായിച്ച ഹാമിഷ് ഭാവിയിൽ ലോക ഫുട്ബോളിലെ സൂപ്പർ താരമാവുമെന്ന് പ്രവചിക്കപ്പെട്ടു. ലോകകപ്പിന് പിന്നാലെ റയൽ മാഡ്രിഡ് റോഡ്രിഗസിനെ സ്വന്തമാക്കുകയും ചെയ്തു. മൊണോക്കോയിൽ നിന്നും റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ റോഡ്രിഗസിന് സമ്മിശ്രമായ കരിയറായിരുന്നു റയലിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് കിരീടങ്ങൾ സ്വന്തമാക്കിയെങ്കിലും റയലിൽ അവസരങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ബയേൺ മ്യൂണിക്കിൽ ലോണിലും അതിനുശേഷം എവർട്ടണിലും കളിച്ച താരം ഒടുവിൽ ഖത്തർ ക്ലബ്ബായ അൽ റയാനിലേക്ക് ചേക്കേറി. ഇതോടെ റോഡ്രിഗസിനെ കുറിച്ചുള്ള വാർത്തകൾ അധികം കേൾക്കാതെയായി. ഇപ്പോഴത്തെ കോപ്പ അമേരിക്ക ഹാമിഷ് റോഡ്രിഗസിന്റെ അതിശക്തമായ തിരിച്ചുവരവിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പനാമയെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് കൊളംബിയ സെമിഫൈനലിലേക്ക് കുതിച്ചപ്പോൾ ടീമിന്റെ നട്ടലായി കളിക്കുന്നത് 32 വയസ്സുള്ള ഹാമിഷ് റോഡ്രിഗസ് ആണ്. പനാമയ്ക്കെതിരെ നേടിയ 1 ഗോളും 2 അസിസ്റ്റും ഉൾപ്പെടെ ഈ കോപ്പയിൽ 1 ഗോളും 5 അസിസ്റ്റുമാണ് റോഡ്രിഗസ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ബ്രസീലിയൻ ക്ലബ് സാവോ പോളോയ്ക്ക് വേണ്ടി കളിക്കുന്ന താരം കോപ്പ അമേരിക്കയിലെ ഗോൾഡൻ ബോൾ നേടാൻ മുൻനിരയിലുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെതിരെയും മികച്ച പ്രകടനമായിരുന്നു റോഡ്രിഗസിന്റേത്. താരത്തിന്റെ ഈ പ്രകടനത്തിന് കടപ്പെട്ടിരിക്കേണ്ടത് അർജന്റീൻ പരിശീലകനായ നെസ്റ്റർ ലൊറൻസോയോട് കൂടിയാണ്. നെസ്റ്റർ സ്വാഭാവിക കളി പുറത്തെടുക്കാൻ അനുവദിച്ചതോടെയാണ് റോഡ്രിഗസ് പഴയ യഥാർത്ഥ മികവിലേക്ക് തിരിച്ചെത്തിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.